ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കിന്ന് ഒരു ചെറിയ തത്വം ഒന്ന് മനസ്സിലാക്കാം. ഗുരുകുലത്തിൽ വളരെയധികം കാലം താമസിച്ച് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ കുട്ടിയുടെ അടുത്ത് ഗുരു ഒരു ഉപദേശം നൽകുകയാണ്. നീ മുറം പോലെയാകണം, അരിപ്പ പോലെ ആകരുത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അരിപ്പ എന്നാൽ നല്ല സംഗതികളെല്ലാം താഴെ കളയും, ആവശ്യമില്ലാത്ത കരടുകളൊക്കെ തൻ്റെ ഉള്ളിൽ കൂട്ടിവെക്കും. മുറമാണെങ്കിൽ കല്ലും മണ്ണും പതിരും എല്ലാം കളഞ്ഞിട്ട് നല്ലത് മാത്രം ഉള്ളിൽ വെക്കുന്നു. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ അരിപ്പയാണോ മുറമാണോ? നാം സ്വയം അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാകണം ഇത്. നമ്മൾ മുറം മാതിരി ആകണം, അരിപ്പ മാതിരി ആകാതിരിക്കണം. കാരണം നമ്മുടെ ഉള്ളിലെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം ഡംഭ അസൂയ തുടങ്ങിയ അഷ്ടരാഗങ്ങളും വർജിച്ച് മനസ്സ് ശുദ്ധമാവുകയാണ് വേണ്ടത്. അതെല്ലാം കളഞ്ഞിട്ട് മുറം മാതിരി ആകേണ്ടതാണ് നമ്മുടെയൊക്കെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏവരും മുറം പോലെ ആകാനായിട്ട്, ആ ഗുരു നൽകിയ ഉപദേശം പോലെ മുറം മാതിരി ആകാനായിട്ട് ശ്രമിക്കണം. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.